ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു Manjusree കുക്കിംഗ്. നമുക്കെല്ലാവർക്കും പരിചിതമായ പലഹാരമാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. എന്താണെന്നല്ലേ, നല്ല നാടൻ ക്രിസ്പി ഉഴുന്നുവടയും അതോടൊപ്പം നല്ല ടേസ്റ്റുള്ള തേങ്ങാ ചട്നിയും. അപ്പോൾ അതിനു മുമ്പ് ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. എന്നാലാണ് ഞാൻ ഇനി പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളുടെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഉഴുന്നുവട ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 1.5 കപ്പ് ഉഴുന്നാണ് ഞാനതിന് വേണ്ടിയിട്ട് ഇവിടെ കുതിർത്ത് എടുത്ത് വെച്ചിട്ടുള്ളത്. 1.5 കപ്പ് ഉഴുന്ന് ഞാൻ ആദ്യം തന്നെ അളന്നെടുത്തു. അതിനുശേഷം നന്നായിട്ടൊന്ന് കഴുകി 3 മണിക്കൂർ സമയം വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ വേണ്ട ഇൻഗ്രീഡിയൻസ്: ഒരു ചെറിയ സവോള, അത് വളരെ തിന്നായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വളരെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്തത്, അതും തിന്നായിട്ടാണ് അരിഞ്ഞെടുത്തത്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ഒന്ന് ചതച്ചെടുത്തത്. ആദ്യം തന്നെ നമുക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള ഉഴുന്നൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറെടുത്തു. എന്നിട്ട് അതിലേക്ക് കുറച്ചിട്ടിട്ടാണ് ഉഴുന്ന് അരച്ചെടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു 6 ടീസ്പൂൺ ഉഴുന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. വെള്ളം നമ്മൾ അധികം ചേർത്ത് കൊടുക്കേണ്ട, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് അരഞ്ഞ് കിട്ടിയിട്ടുള്ളത്. കുറച്ച് ഡ്രൈ ആയി തോന്നിയുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് മാറ്റി. എന്നിട്ട് അതേപോലെ ഇനി അടുത്ത ട്രിപ്പ് നമുക്ക് ഉഴുന്നരച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ അരച്ചെടുക്കുമ്പോൾ വളരെ കുറച്ചിട്ടിട്ട് അരച്ചെടുക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ മിനിമം വെള്ളം യൂസ് ചെയ്യാനും ശ്രദ്ധിക്കുക. അതേപോലെ ഞാൻ ഇതും കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഉഴുന്നിവിടെ അരച്ചെടുത്ത് കഴിഞ്ഞു. ഞാനൊരു 4 ട്രിപ്പായിട്ടാണ് അത്രയും ഉഴുന്ന് അരച്ചെടുത്തത്. കുറച്ചിട്ടിട്ട് വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് അരച്ചെടുത്തു. എന്നിട്ട് ഈ മാവ് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ മാവ് നല്ല ഫ്ലഫി ആക്കി എടുക്കണം. അതിനുശേഷം ഒരു 30 മിനിറ്റ് സമയം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് ഈ മാവ് പിന്നെയും നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 30 മിനിറ്റ് വെക്കാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ മിനിമം ഒരു 15 മിനിറ്റ് സമയമെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കണം. അതിന് ശേഷം ഈ മാവ് എടുത്ത് പിന്നെയും നന്നായിട്ട് ബീറ്റ് ചെയ്യുക. മാവ് എത്ര ഫ്ലഫി ആയിട്ട് നമുക്ക് കിട്ടുന്നു അതനുസരിച്ചിട്ടായിരിക്കും ഉഴുന്നുവടയുടെ സോഫ്റ്റ്നെസ്സും ടേസ്റ്റും. ഇനി ഇതിലേക്ക് നമുക്ക് ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് എടുത്ത് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോള, 2 പച്ചമുളക് ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത്, 1/2 ടീസ്പൂൺ കുരുമുളക് ഒന്ന് ചതച്ചെടുത്തത്, കുറച്ച് കറിവേപ്പില ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്ത് അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 പിഞ്ച് ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡ ഓപ്ഷനിലാണ്, പക്ഷേ ഇത് ചേർത്ത് കൊടുത്താൽ ഉഴുന്നുവടയ്ക്ക് നല്ലൊരു ക്രിസ്പിനെസ്സും ടെക്സ്ചറും ടേസ്റ്റും ഒക്കെ കൂടും. ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉപ്പ് ചേർക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ലാസ്റ്റ് മാത്രം ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കണം. കാരണം ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഈ മാവ് പെട്ടെന്ന് തന്നെ ലൂസായി പോവും. അപ്പോൾ ഉപ്പുകൂടെ ചേർത്ത് കൊടുത്തു നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മാവ് കണ്ടാൽ തന്നെ അറിയാം നല്ല ഫ്ലഫി ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഉഴുന്നുവട ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ കുറച്ച് വെള്ളം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഈ കടായിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുത്താൽ നന്നായിരിക്കും. കാരണം ഉഴുന്നുവടയൊക്കെ ആകുമ്പോൾ നന്നായിട്ട് മുങ്ങിക്കിടക്കണം. നമ്മൾ ഡീപ് ഫ്രൈ ആണ് ചെയ്യുന്നത്. എണ്ണ ഇപ്പോൾ ചൂടാകാൻ തുടങ്ങിയിട്ടുണ്ട്. എണ്ണയുടെ കറക്റ്റ് പാകം അറിയാൻ വേണ്ടിയിട്ട് ഞാനതിലേക്ക് ഒരു ചെറിയ പീസ് മാവിട്ട് കൊടുത്തു. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ പൊങ്ങി മേലേക്ക് വന്നു. അപ്പോൾ കറക്റ്റ് പാകമാണ്. ഉഴുന്ന് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കൈ നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു ചെറിയ പോർഷൻ മാവ് എടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുത്ത് മറ്റേ കൈയിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ നടുക്ക് ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. 2 മെത്തേഡിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. അതിൽ ഒരു മെത്തേഡാണിത്. ഇനി ഇത് ഡയറക്റ്റായിട്ട് എണ്ണയിലേക്കിട്ട് നമുക്കത് ഉണ്ടാക്കിയെടുക്കാം.
മീഡിയം ടു ലോ ഫ്ലെയിമാണ് ഇപ്പോൾ ഗ്യാസ് ടെമ്പറേച്ചർ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് അതിൻ്റെ പുറം നല്ല ക്രിസ്പും അകം നല്ല സോഫ്റ്റും ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ ഒരു വശം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറ്റേ വശവും അതേപോലെ തന്നെ മുരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഓരോ പ്രാവശ്യം ഉഴുന്നുവട ഉണ്ടാക്കുമ്പോഴും കൈ വെള്ളത്തിൽ മുക്കിയെടുക്കണം. ഈ മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ച് പ്രാക്ടീസ് വേണം. അതേ കൈയിൽ തന്നെ വെച്ചിട്ട് റൗണ്ടാക്കി എടുത്തു, നടുക്കൊരു ഹോളും ചെയ്തു കൊടുത്തു. എന്നിട്ടത് ഡയറക്റ്റായിട്ട് എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുത്തു. കുറച്ച് പ്രാക്ടീസ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ മെത്തേഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ 2 മെത്തേഡും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ അതേ രീതിയിൽ ചെയ്തെടുക്കുക. നല്ല പെർഫെക്റ്റ് ഷേപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരേ സമയം മാക്സിമം ഒരു 3 എണ്ണമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ വലിയ പാത്രത്തിൽ വെച്ച് ഒരുപാട് എണ്ണ ഒഴിച്ച് ഉണ്ടാക്കേണ്ടി വരും. അതിലും ബെറ്റർ ലിമിറ്റഡ് നമ്പർ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ആ ഓയിൽ പിന്നെ നമുക്ക് വേസ്റ്റ് ആവും. ഒരുപാട് എണ്ണ റീയൂസ് ചെയ്യുന്നത് നല്ലതല്ല. ഇവിടെ ഇപ്പം ഞാൻ 3 എണ്ണം ഒന്നിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ഞാൻ ആദ്യമേ ഇട്ട് കൊടുത്തതാണ്. അത് ഏകദേശം മറിച്ചിടാൻ പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ അത് മാത്രം ഒന്ന് മറിച്ചിട്ട് കൊടുക്കട്ടെ. ഇത് പെട്ടെന്ന് തന്നെ ഇപ്പോൾ തയ്യാറായി കിട്ടും. അതിനുശേഷം ബാക്കി 2 എണ്ണം ആയി വരാനുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിൽ എനിക്ക് വേറൊന്ന് വേണമെങ്കിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ക്രിസ്പി ഉഴുന്നുവട ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഞാനൊന്ന് പൊട്ടിച്ച് കാണിക്കാം. ഇതിൻ്റെ ക്രിസ്പിനെസ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. നല്ല ടേസ്റ്റി തേങ്ങാ ചട്നി റെഡിയാണ്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഉഴുന്നുവടയാണ്. നമ്മുടെ നാട്ടിലെ തട്ടുകടയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള ഉഴുന്നുവട. നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എന്താണെങ്കിലും ഇഷ്ടമാവും. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത ദിവസം വേറൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.